എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 10ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥമാണ്. ഈ ശ്ലോകത്തിൽ ദേവിയുടെ 25ാമത്തെ നാമവും 26ാമത്തെ നാമമാണ് പ്രതിപാദിക്കുന്നത്. ശുദ്ധ വിദ്യാങ്കുരാകാര ദ്വിജപംക്തിദ്വയോജ്വല കർപ്പൂര വീടികാമോദ സമാകർഷ ദിഗന്ധര. ശുദ്ധ, വളരെ പവിത്രമായ വിദ്യ, ജ്ഞാനത്തെ, അങ്കുരാകാര, അതായത് ദേവിയുടെ പല്ല്, ദ്വിജ, രണ്ട്, പങ്ക്തി, നിരകളായിട്ട്, ദ്വയോ, രണ്ട്, ഉജ്ജ്വല, ഉജ്ജ്വലിക്കുന്നു, അതായത് പ്രകാശിക്കുന്നു. ദേവിയുടെ ആ പല്ലിൻ്റെ നിരകൾ രണ്ട് നിരയായിട്ടിരിക്കുന്നത് എങ്ങനെയാണോ ഒരു പവിത്രമായ ഒരു ജ്ഞാനത്തെ ഓരോ ഭക്തനും ദേവിക്ക് നൽകുവാൻ വേണ്ടി അങ്ങനെ ജ്വലിക്കുന്നുവോ, പ്രകാശിക്കുന്നുവോ, അതുപോലെ തന്നെ ആ ദേവിയുടെ പല്ലുകളുടെ നിരയാകട്ടെ, ആ പ്രകാശമാകട്ടെ അങ്ങനെ ഉജ്ജ്വലമായി ജ്വലിക്കുന്നു. അപ്പോൾ ദേവിയെ ഒന്ന് കണ്ടാൽ മാത്രം നമുക്ക് അത്രയും ശുദ്ധമായ പവിത്രമായ ജ്ഞാനം ലഭിക്കും. അപ്പോൾ ദേവിയുടെ ഈ ലളിതാ സഹസ്രനാമം ജപിക്കുകയാണെങ്കിലോ നമുക്ക് ആ ജ്ഞാനം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ കയറുന്നതാണ്. കർപ്പൂര വീടികാമോദ സമാകർഷ ദിഗന്ധര. കർപ്പൂരം എന്നാൽ ആ ഒരു മണം, കർപ്പൂരത്തിനുള്ള വാസന എവിടെ നിന്നാലും നമുക്ക് അറിയാൻ പറ്റും. അത്രയും വാസന. വീടികാമോദ, ദേവിയുടെ ആ വെറ്റില പാക്ക് കൊണ്ട് കഴിക്കുമ്പോൾ അവിടെ നിന്നും ഉണ്ടാകുന്ന ആ മണം. സമ ആകർഷ ദിഗന്ധര, എല്ലാ ദിക്കുകൾ, ദിഗന്ധര എന്നാൽ ഓരോരോ ദിക്കിൽ, 4 ദിക്കിൽ, എല്ലാ സ്ഥലത്തും സമ ആകർഷ, എല്ലാ ഒരേപോലെ ആകർഷിക്കുന്ന രീതിയിലുള്ള മണം പരത്തുന്നു ദേവിക്ക് ചുറ്റും. ശുദ്ധ വിദ്യാങ്കുരാകാര ദ്വിജപംക്തിദ്വയോജ്വല കർപ്പൂര വീടികാമോദ സമാകർഷ ദിഗന്ധര. താങ്ക് യു.